ഒരു മന്ത്രിയെ തോൽപ്പിച്ച ലീഗിന്റെ MLA ഫൈസൽ ബാബുവാണ്. മന്ത്രിയെ തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കടുപ്പമായി പോയോ? എല്ലാ വിഗ്രഹങ്ങളും ഉടഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. 11 റൗണ്ടിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പിന്നിലായ മലയാളി വിസ്മയിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനം ആത്യന്തികമായി ജനം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ നിർവചനം ജനങ്ങളാൽ തീരുമാനിക്കുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ കുത്തക, ബ്ലാങ്ക് ചെക്ക്, പൊന്നാപുരം കോട്ട, ഇത്തരം ഈ നമ്മൾ പരമ്പരാഗത ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊന്നും ഒരു കാര്യമില്ല. ജനങ്ങൾ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മലയാളി വളരെ പ്രബുദ്ധനായി ചിന്തിച്ചു. അതിൻ്റെ പേരിൽ നടന്ന ഒരു വലിയ വിജയമാണ് UDF നേടിയത്. കോഴിക്കോട്ടുകാരൊക്കെ സംബന്ധിച്ച് ഫൈസൽ ബാബു നാട്ടുകാരൻ പോലും അല്ല. ഞാൻ പുയ്യാപ്പിളന്, അവിടുത്തെ ഞാൻ നാട്ടുകാരൻ തന്നെയാണ്. കോഴിക്കോട് ഉണ്ട്. എൻ്റെ നമ്മളെ പ്രവർത്തന തട്ടകം കോഴിക്കോടാണ്. അവിടെയാണ് താമസം. അവിടെയാണ്. അപ്പം ആ അർത്ഥത്തിൽ എനിക്ക് ജന്മനാട് പോലെ തന്നെയാണ് കോഴിക്കോട്. പിന്നെ ഒരു മത്സരത്തിന് ഇറങ്ങുന്നതൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് എന്നിലും ഒരു ഭയങ്കര എന്താ പറയുക, ഒരു വലിയ കൗതുകമൊക്കെ എന്നിൽ തന്നെ ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഫിറോസിനോടും അഷ്റഫ് അലിയോടൊക്കെ സംസാരിച്ച് പറയായിരുന്നു, വലിയൊരു യൂത്ത് ടീമാണ് ഇപ്പൊ ലീഗിൽ തന്നെ 6 പേര്, കോൺഗ്രസില് നിങ്ങൾ വളരെ ശുഷ്കിച്ച നമ്പർ വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷം കുറവാണ്. പക്ഷെ BJP 3 പേര് ഉണ്ട് എന്നത് അതങ്ങനെ ചെറുതായി കാണാനും പറ്റില്ല. ലീഗിന്റെ യൂത്ത് എന്ന് പറയുമ്പോൾ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ലീഡർഷിപ്പ്, അതിനകത്തെടുത്തൊരു പോളിസിയാണത്. അതൊരു ഗ്ലോബൽ സിനാരിയോ ആണത്. ഒരു യൂത്ത് റെപ്രസെൻറ്റേഷൻ, ഒരു ന്യൂ ഫേസ്, നമ്മളൊരു ഫേസ് ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ടൈം ടു ടൈം അത് എല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ നിമിത്തമായി അതിൻ്റെ കാരണക്കാരുടെ ലിസ്റ്റിൽ പെട്ടു എന്നുള്ളത് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. നമ്മളിവിടെ ഭയങ്കര മിടുക്കൊണ്ടല്ല, ഇഷ്ടംപോലെ നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളുടെ ഒരു പാർട്ടിയാണത്. BJPയുടെ ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കിയ തന്നെയാണ്. കാര്യം BJP ജയിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നതായിട്ടല്ല നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് ഉണ്ട്. ഇപ്പം ഒരുപക്ഷെ ഇപ്പോൾ UDFനെതിരെ LDF എല്ലാ സീറ്റും തൂത്തുവാരിയാലും അതിൻ്റെ ഒരു ആശങ്ക ഒരു വശത്തും, കേരളത്തിൽ BJP ഒരു സീറ്റിൽ ജയിക്കുന്ന ആശങ്ക മറുവശത്തും വെച്ചാൽ ഒരു സീറ്റിൽ ജയിക്കുന്ന BJPയുടെ ആശങ്കയാണ് നമ്മളെ മനസ്സിലൊക്കെ ഒരു വിഷമം എന്ന് പറയുന്നത്. കാര്യം അത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ പരിക്കേൽപ്പിക്കും. ബാക്കിയൊക്കെ പൊളിറ്റിക്സാണ്. MLA-മാരുടെ എണ്ണത്തിൽ ഒരു യൂത്ത് പ്രാതിനിധ്യമുണ്ട്. ക്യാബിനറ്റിലും അതുണ്ടാകും എന്നാണോ പ്രതീക്ഷ? ഇപ്പം പാർലമെന്റ് പാർട്ടി യോഗത്തിലേക്ക് പോവുകയും കൂടി ചെയ്യാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം പ്രകാരം ഞങ്ങളുടെ പാർട്ടിയുടെ സുപ്രീമോ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ എന്ത് പറയുന്നോ അതിൻ്റെ താഴെ ഞങ്ങൾ ഡണ്ണടിച്ചു കൊടുക്കലാണ്. അഭിപ്രായങ്ങളൊക്കെ പാർട്ടിൻ്റെ ഇൻഡോറിൽ നമ്മൾ പറയും, ഇൻ ഹൗസിൽ പറയും. പക്ഷേ റായിസ് റഷീദിനും റിപ്പോർട്ടർ TVക്കൊന്നും നമുക്ക് ഒരു ബ്രേക്കിംഗ് തരില്ല. ഓക്കെ, അതാണ് ലീഗിന്റെ ഹൈക്കമാൻഡായ പാണക്കാട് തങ്ങൾ ഒരു തീരുമാനമെടുക്കും. അത് യൂത്ത് പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടോ എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ കൂടി അറിയാൻ കഴിയുമെന്നാണ് ഫൈസൽ ബാബു പറയുന്നത്. സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.